ഹലോ, വെൽക്കം ബാക്ക്. എനിക്കിത് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ഉണ്ട്, സ്കിൻ കെയർ റൊട്ടീൻ ചോദിച്ചത്. അപ്പോൾ അതാണ് ഞാനിവിടെ പറയാൻ പോണത്. ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ മറ്റേ 10 സ്റ്റെപ്പ് റൊട്ടീൻ ഒന്നും കേട്ടോ ചെയ്യണം. ഞാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ആകെ സത്യം പറയാം, നിങ്ങളോട് ഹോണസ്റ്റായിട്ട് പറയണമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമായിരുന്നു. ഞാനത് എനിക്ക് തോന്നുന്നൊരു 4 or 5 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണതാണ് സൺസ്ക്രീൻ. 4 or 5 അല്ല, ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 4 year കണ്ടിന്യൂസ് യൂസ് ചെയ്യണതാണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും. അതാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് നല്ല പ്രോഡക്ട്സ്, ഞാൻ കുറേ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാറുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം ഞാൻ മോയ്സ്ചറൈസറിൽ ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കണവരോട് റെക്കമെൻഡ് ചെയ്യണ ഒരു പ്രോഡക്റ്റാണ് ഒലയുടെ മോയ്സ്ചറൈസർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ ഇന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നൊന്നും പറയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന മോയ്സ്ചറൈസർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പലതും ട്രൈ ചെയ്യും. പക്ഷേ ഇത് ഞാൻ 6 months ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്ത്, അതെനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഇപ്പം ഞാൻ വേറെ ഒരെണ്ണമാണ് ലൈക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും അല്ലാതെയും യൂസ് ചെയ്യണം മോയ്സ്ചറൈസർ. ഈ ഒരു ടെറിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലൈക്ക് ഓൾമോസ്റ്റ് 6 months ഒക്കെ ഇത് കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പൊതുവേ. അപ്പം ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യണ ഈ ഒരു അലയുടെ നിയസമായിട്ടുള്ള ഈ ഒരു ക്രീം കേട്ടോ. പിന്നെ ഞാൻ പറയാം, ഞാൻ മോയ്സ്ചറൈസർ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിൻ അത്യാവശ്യം നന്നായിട്ട് ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഗ്ലോയി ഇപ്പം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഇതേപോലത്തെ ടെറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനു മുമ്പ് ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യാറുണ്ട്, ഒള്ളി മേക്കപ്പ് ചെയ്യണ സമയത്ത്. കാര്യം എനിക്ക് അങ്ങനെ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എനിക്ക് അങ്ങനെ സെറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ലൈക്ക് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ലാതെയോ നിങ്ങൾ യൂസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പം ഞാൻ പറയണത് ഞാൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ എപ്പോഴും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്കിന്നിന് പറ്റുമോ ഇല്ല എന്നൊക്കെ. അപ്പം ഇത് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം എന്നോട് ബേസ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ അത്യാവശ്യം ഗ്ലോയി മേക്കപ്പാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം. അപ്പം ഞാൻ അതിനു വേണ്ടി ഇപ്പം കറൻ്റ് യൂസ് ചെയ്യണത് ഈ ടെറിൻ്റെ മിൽക്ക് ആംബിയലാണ്. ഈ ഒരു സെറോയിക്ക് അത് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ മാത്രം കേട്ടോ. പിന്നെ ഈ ഒരു സെറാമിക് ക്രീമിൻ്റെ ഈ ഒരു ഇതും വെച്ചിട്ട് പിന്നെ ഈ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ അതിനനുസരിച്ചുള്ള യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു ബേബി ഓഫ് ജോയ്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ലാ റോഷ് പോസയുടെ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അപ്പം അത് ഞാൻ ഹൈഡ്രേറ്റഡ് ആണ് അങ്ങനെ എന്തോ ആ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഇതിൽ എൻ്റെ ഓൾമോസ്റ്റ് ഡ്രൈ സ്കിന്നാണ്. പക്ഷെ ഇപ്പം എൻ്റെ അങ്ങനെ ഡ്രൈ സ്കിന്നല്ല. കാര്യം ഞാൻ കെയർ ചെയ്തിട്ടായിരിക്കാം അത്യാവശ്യം നല്ല. എൻ്റെ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പക്ഷെ നമ്മൾ അത് കെയർ ചെയ്യുമ്പം എനിക്ക് തോന്നിയേക്കുന്ന കാര്യം, നമ്മൾ അത്യാവശ്യം കെയർ ചെയ്യുമ്പോൾ നന്നായിട്ട്, കാര്യം ഇവിടെ വിൻ്ററാണ്, ഇവിടെ എൻ്റെ സ്കിൻ അത്രയും ഡ്രൈ ആവുന്നില്ല. ഇപ്പം ലിപ്സ് ഞാൻ പണ്ടത്തെ പോലെ, ലിപ്സ് എൻ്റെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. പണ്ടത്തെ പോലെ അത്രയും ലിപ്സ് എൻ്റെ ഡ്രൈ ആവാറില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ കെയർ ചെയ്യണമെന്നാണ്. അപ്പം ബേബി ഓഫ് ജോയ്സിൻ്റെ ഇതും പിന്നെ സൺസ്ക്രീൻ ലാ റോഷ് പോസയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫേസ് വാഷും കാര്യങ്ങളും പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യും. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഇപ്പോൾ കറങ്ങിയ ഞാൻ ലാ റോഷ് പോസയുടെ എൻ്റെ ഫേസ് വാഷ്. പക്ഷേ ഞാൻ ഫേസ് വാഷ് ഇന്ന ബ്രാൻഡൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസറും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ യൂസ് ചെയ്യുക, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഞാനിപ്പം കറങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഐ ക്രീം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഡാർക്ക് സർക്കിൾ വന്നപ്പം ഐ തിങ്ക് ഈ ഒരു ഐ ക്രീം ഞാൻ യൂസ് ചെയ്ത്, നിങ്ങൾക്കറിയാം ഞാൻ ഇത്രയും യൂസ് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തു. പക്ഷെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീശി അങ്ങനെ എന്താവുന്നു. പക്ഷെ ഇതെനിക്ക് ഒന്ന് എക്സ്പെൻസീവ് ആയിരിക്കും ഈ പ്രൊഡക്റ്റ്. എന്നാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ പറയണതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അത്രയില്ല. അപ്പം ഞാൻ ആകെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യാം. ഇപ്പം കറന്റ് യൂസ് ചെയ്യണ ഇതും പിന്നെ ഈ ഒരു ടെറിട്ടാണ്. പിന്നെ ഞാൻ ഇതാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് അപ്പം ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അത് എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ.
Bye.